സതീശൻ അദ്ദേഹത്തിൻ്റെ പുതുനുണയാത്ര അവസാനിപ്പിച്ച് കൽപ്പറ്റയിലെ ഈ ടൗൺഷിപ്പിൽ ആ വീട് പണി നടക്കുന്ന ഇടത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. ഏതാണ്ട് 410കളുടെ വീട് നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു കൊല്ലം മുമ്പ് പണി തുടങ്ങിയതാണല്ലോ, ഈ പരിപാടി തുടങ്ങിയതാണല്ലോ. ഒരു വീട് വെച്ചോ ദുരന്തബാധിതർക്ക് സർക്കാർ ഒരു വീടെങ്കിലും നിർമ്മിച്ചു നൽകിയോ എന്ന വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയുമായി CPIM-ന്റെ കൽപ്പറ്റ ഏരിയ സെക്രട്ടറി വി. ആര്യസ് നമ്മോടൊപ്പം ചേരുകയാണ്. വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പറഞ്ഞ ഒരു വീടെങ്കിലും നിർമ്മിച്ചോ എന്നാണ് ചോദിച്ചത്. നമുക്ക് അതിൽ എന്താണ് പറയാനുള്ളത്? വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ പുതുനുണയാത്ര അവസാനിപ്പിച്ച് കൽപ്പറ്റയിലെ ഈ ടൗൺഷിപ്പിൽ ആ വീട് പണി നടക്കുന്ന ഇടത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. ഏതാണ്ട് 410കളുടെ വീട് നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഏതാണ്ട് 200ഓളം വീടുകൾ പൂർത്തീകരിച്ച് അവർക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള അന്തിമഘട്ട പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു പ്രവൃത്തികളും വീട് നിർമ്മാണം മാത്രമല്ല, അവിടേക്ക് താമസം മാറിയെത്തുന്ന ആളുകൾക്ക്, ദുരന്തബാധിതർക്ക് ഏറ്റവും മികച്ച പുനരധിവാസ കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകാ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് അപമാനകരമാകുന്ന രീതിയിൽ, എനിക്കറിയാം കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നിന്നും പല ആളുകൾ വന്നുകൊണ്ട് ആ വീടുകളുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ആളുകളെല്ലാം പൊട്ടന്മാരാണ് എന്ന ധാരണയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നുണപ്രചരണം, ഒരു ഗീബൽസിയൻ തന്ത്രം പോലെയുള്ള ഒരു നുണപ്രചരണമാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിനെ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിലേക്ക് ഇത് കാണുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഏതായാലും കൽപ്പറ്റ ഏരിയ സെക്രട്ടറി വി. ആര്യസ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിനെ വയനാട്ടിലേക്ക് വരുമ്പോൾ ക്ഷണിക്കുകയാണ്. അദ്ദേഹം വന്നാൽ കൃത്യമായി ലോകത്തിൻ്റെ മുന്നിൽ സർക്കാർ ഒരുക്കിയ മാതൃക വ്യക്തമായി തന്നെ കാണിച്ചു നൽകുമെന്ന് തന്നെയാണ് CPIM-ന്റെ കൽപ്പറ്റ ഏരിയ സെക്രട്ടറി വി. ആര്യസ് പറഞ്ഞു വയ്ക്കുന്നത്.